കർഷക ബില്ലിനെതിരെയും അനുകൂലിച്ചും ശബ്ദമുയർത്തിയവരാരും പാലക്കാട്ടെ നെൽകർഷകരുടെ ദുരിതം മനസ്സിലാക്കുന്നില്ല. കൊയ്ത്താരംഭിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കുന്നത് 4 മില്ലുകൾ മാത്രം. സർക്കാർ നിശ്ചയിച്ച വിലയായ 26 രൂപ 50 പൈസയ്ക്ക് നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്തത് കൊണ്ട് 17 രൂപയ്ക്ക് കർഷകർ പൊതുവിപണിയിൽ നെല്ല് വിൽക്കേണ്ട ഗതികേടിലാണ്. നാളെ ഇന്ന് വരെയായിട്ടും ഏത് സർക്കാർ കേന്ദ്രമായിട്ടോട്ടെ സംസ്ഥാനമായിക്കോട്ടെ ഏത് സർക്കാർ അധികാരത്തിൽ വന്നിട്ടും നെല്ല് സംഭരണം എന്നുള്ളത് കൃത്യസമയത്ത് എടുക്കാൻ ഭരണാധികാരികൾ പൂർണ്ണ പരാജയമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രധാന വിഷയമാണ് കൃത്യസമയത്ത് നെല്ലെടുത്ത് പോകണം. ഇത് മാസങ്ങളോളം വൈകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ കടക്കണിയിലാവും, കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് തന്നെ പോകും. കാരണം നെല്ലുണക്കാനും അതേപോലെ തന്നെ ട്രാക്ടർ നെല്ല് കടത്താനും ഉണക്കാനും കൊയ്ത്ത് മെഷീനും ഇതിലൊക്കെ സാമ്പത്തികം പല ബാങ്കുകളിൽ നിന്നും പല കിട്ടാവുന്നവിടെ നിന്നൊക്കെ കടം വാങ്ങി ചെയ്യുന്നവരാണ് പാലക്കാട്ടിലെ നെൽകർഷകർ. തമിഴ്നാട്ടിൽ നിന്നുള്ള മില്ലുടമകൾ നെല്ല് സംഭരിക്കുവാൻ തയ്യാറാണെങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല. മില്ലുടമകൾ കഴിഞ്ഞ വർഷത്തെ പ്രളയനഷ്ടവും ഇൻഷുറൻസും പിടിവാശിയായി സർക്കാരിന് മുന്നിൽ നിൽക്കുമ്പോൾ സർക്കാർ മുട്ടുമടക്കുകയാണ്. പ്രതിസന്ധിയിലാകുന്നത് പാവം നെൽകർഷകരും.